അപ്പൊ സമ്പത്തുണ്ടാവാൻ എന്തോ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അസറ്റ് അലോക്കേഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അവനവന്റെ ഇമോഷനാണ്. 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഇത് അപ്ലിക്കബിൾ ആണോ? ഈ മലയാളിക്ക് ഒരു വലിയ വീക്ക്നെസ് ആണ് വീട് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാംഗ്ലൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ 90% ഓഫ് ദ യങ്സ്റ്റേഴ്സ് ആർ ഡൂയിങ് SIP. നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ്, വെൽത്ത് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്ന ചോദിച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ വളരെ ഒരു പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വരിക. വെൽത്ത് എന്താണെന്നോ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ് എന്താണെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്നാണ്. അത് പിന്നീട് ഞാൻ ലൈഫിൽ ഇത് വളരെ സീരിയസ് ആയി പലരെയും കണ്ടുപഠിക്കുകയും വായിച്ചു പഠിക്കുകയും ചെയ്തതിന്റെ ബെനിഫിറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളിൽ ഏകദേശം 20 കൊല്ലം പരിചയമുള്ള എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശ്രീ ജിംസൺ അവരുകളെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്. ആ സ്ഥാപനത്തിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ വെൽത്ത് ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് സംസാരിക്കാം. ജിംസൺ സാർ, നമസ്കാരം. നമസ്കാരം സാർ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വളരെ വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ. എൻ്റെ വീട്ടിൽ ആർക്കും ഒരു ഫിനാൻസ് മാനേജ്മെന്റോ അല്ലെങ്കിൽ വെൽത്തിനെ കുറിച്ചൊരു കാര്യങ്ങളൊന്നും സങ്കല്പിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ഭയങ്കരമായി അധ്വാനിച്ചിട്ടുണ്ട്. അധ്വാനിക്കുമ്പോഴെല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യം, അധ്വാനമാണ് വിജയത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാനമെങ്കിൽ എനിക്കും സമ്പത്ത് ഉണ്ടാവേണ്ടതല്ലേ? എത്രയോ ആളുകൾ രാത്രി പകരുന്നില്ലാതെ അധ്വാനിക്കുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് സമ്പത്തില്ലാത്തത്? അപ്പൊ സമ്പത്ത് ഉണ്ടാവാൻ എന്തോ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നൊരു തിരിച്ചറിവ്, അത് എന്നെ ഭയങ്കരമായി സമ്പത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകൾ, അങ്ങനത്തെ ആളുകളെ നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരൊരു ലോങ് ടൈമിൽ ജീവിതത്തിനെ കാണുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിലിപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു അഡ്വൈസറി റോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ഒരു പേഴ്സണൽ വെൽത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം? നമുക്കൊരു ബേസിക്കായ കാര്യങ്ങൾ തന്നെ സംസാരിക്കാം. സാർ ഒന്ന് പറയാമോ? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. സാർ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വെൽത്തിയായ ആളുകൾ നിങ്ങളുടെ ക്ലയൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്നൊന്ന് പറയാം. വെൽത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ഏർണിംഗ് എന്ന് പറയുന്ന സംഗതി ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാക്കുന്ന വെൽത്ത്, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതുകൊണ്ട് ഉണ്ടാക്കുന്ന വെൽത്തും നമ്മുടെ വെൽത്ത് ഉണ്ടാക്കുന്ന വെൽത്തും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ആക്റ്റീവ്ലി നമ്മൾ ഉണ്ടാക്കുന്ന ആക്റ്റീവ് വെൽത്ത് ക്രിയേഷൻ എന്നും മറ്റത് പാസീവ് വെൽത്ത്. നമ്മുടെ ഇൻവോൾവ്മെന്റോട് കൂടി നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പത്തികം, അതിന് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. ഇനി അതല്ലാതെ നമ്മൾ അതിൽ ഇൻവോൾവേ ചെയ്യുന്നില്ല, പക്ഷെ ആ സാധനം പെരുകുന്നു അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം വരുന്നു, അതിനെ നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയാം. അപ്പൊ ആ പാസീവ് ഇൻകം ആണ് യഥാർത്ഥത്തിൽ. പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ. അത് ലോങ് ടേം വെൽത്ത് ക്രിയേഷനിൽ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസീവ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റേജ് പോലെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്ന, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിനായി വരുന്ന ആളുകളോട് നമ്മൾ ആദ്യം പറയുന്ന കാര്യം അവരുടെ അസറ്റ് അലോക്കേഷൻ എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാകുന്നുള്ളതാണ്. ഇത് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ 90% ആളുകൾക്കും ഇത് അറിയില്ല. അപ്പൊ എനിക്ക് മൊത്തം എന്ത് അസറ്റ് ഉണ്ട്? സാർ, ഇനി ഈ ചോദ്യത്തിന് മുമ്പ് ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, ഇത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ താഴെ വരുന്ന കമന്റുകളിൽ കാണുന്ന ഒരു പ്രവണത ഞാൻ ചോദിക്കാം. ഇട നിങ്ങൾ ഈ അസറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറയുകയാണല്ലോ, ഇതൊക്കെ വലിയ ആളുകൾക്ക് വേണ്ടി പറയുന്നതല്ലേ? 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഇത് അപ്ലിക്കബിൾ ആണോ എന്നത് ഒരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് അമൗണ്ടുമായി ബന്ധപ്പെട്ടതല്ല, ഇത് കാഴ്ചപ്പാടും ശീലവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ അങ്ങനെ അല്ലെങ്കിൽ സാറിന് വിയോജിക്കാം കേട്ടോ. അതായത് ഇപ്പോൾ 20,000 രൂപ ശമ്പളം ഒരാൾക്കും അയാളുടെ ഇൻവെസ്റ്റ്മെന്റുകളെ കാറ്റഗറൈസ് ചെയ്യാം. 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, അല്ലേ? അതല്ലേ ശരി? ഞാൻ ഉദ്ദേശിച്ച് കറക്റ്റാണോ? വളരെ ശരിയാണ്. ഇപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ അകത്ത് അടിച്ചു വരുന്നൊരു സ്ത്രീയുണ്ട്. അവരെ സഹായിക്കുന്ന നമ്മുടെ ഓഫീസൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ഇവർക്ക് ഭർത്താവ് മരിച്ചു പോയതാ. അപ്പൊ ഇവരുടെ അവിടുത്തെ കിട്ടുന്ന പെൻഷനകത്ത് അവർ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു 1000 രൂപ വെച്ച് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു 1000 രൂപ വെച്ചിട്ട് 12,000 രൂപ വെച്ചിട്ട് 8 വർഷം കൊണ്ട് 96 ലക്ഷം രൂപയുടെ അടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.25 ലക്ഷം രൂപയുണ്ട്. 3 ഇരട്ടി.
3-4 ഇരട്ടി ഉണ്ട്, അതിൽ കൂടുതലുണ്ടാവും ഓൾമോസ്റ്റ് ഇപ്പൊ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു വാടക വീട്ടിലെ താമസിക്കുന്നത്. ഇപ്പൊ അവർ ചെറിയൊരു കൂര പോലെ ആക്കിയെന്ന് തോന്നുന്നു. ഈ 4 ലക്ഷം രൂപ ഉണ്ട് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര പേരുണ്ടാവും? അപ്പൊ എത്ര ചെറിയൊരാൾക്കും ഇത് ശീലത്തിന്റെ ഭാഗമായിട്ട് സാറ് പറഞ്ഞ് വളരെ ശരിയാണ്. രണ്ടാമത്തെ കാര്യം, പലരും കുറെ കഴിയുമ്പോൾ വെൽത്തി ആകും. അതിന് ഈ ശീലം വളരെ പ്രധാനമാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ കാര്യം, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവാം, നമ്മുടെ കയ്യിൽ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം, നമുക്ക് ഗോൾഡ് ഉണ്ടാകാം, നമുക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവാം, അങ്ങനെ പല അസറ്റുകൾ ഉണ്ടാവാം. ഇത് പലതിലും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഒരാൾ തന്നിട്ടുള്ളതായിരിക്കാം, നമ്മുടെ ഫാദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ തന്നിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ഓരോന്നിലും എന്താണ് എന്റെ മൊത്തം അസറ്റിൽ, ഓരോന്നിലും എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കറക്റ്റ്, ശരി. അപ്പൊ ഓരോ അസറ്റ് ക്ലാസ്സും ഓരോ സമയത്തും ഓരോ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ചില സമയത്ത് വിത്തിൻ 3 years ഡബിൾ ചെയ്യും, അല്ലെങ്കിൽ 5 years ഡബിൾ ചെയ്യും. പിന്നെ ചിലപ്പോൾ 5-8 കൊല്ലം ഒരനക്കം ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ സൈക്കിളിലാണ് അത് പോകണം. ഇപ്പൊ ഗോൾഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 95 മുതൽ 2005 വരെ എടുത്ത ഗോൾഡിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് വളരെ ലിമിറ്റഡ് ആണ്. 5000 പവൻ ഉണ്ടായിരുന്ന സാധനം 6500 എങ്ങാണ് പവന് വന്നേക്കണം 10 വർഷം കഴിഞ്ഞിട്ട്. പക്ഷെ അടുത്ത 7 വർഷം കൊണ്ട് ഈ സംഗതി നേരെ 25,000 രൂപയ്ക്ക് 24,000 രൂപയ്ക്ക് ചാടി. പിന്നെ വീണ്ടും അത് ഒരുപാട് 5-6 വർഷം ഒരു മൂവ്മെന്റിലാണ് കിടക്കും. പിന്നീട് വീണ്ടും ഭയങ്കര മൂവ്മെന്റിലേക്ക് പോകും. ഇപ്പൊ ഗോൾഡ് ഇപ്പൊ കഴിഞ്ഞ 1 year ഒക്കെ ആയിട്ട് വളരെ ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 years ആയി, ഓൾമോസ്റ്റ് 6 years ആയത്. ആ സൈക്കിളിന് തിരിയും. അപ്പൊ ഓരോ മാർക്കറ്റ് സൈക്കിളിലും ഓരോ അസറ്റ് പെർഫോം ചെയ്യും. അപ്പൊ ഇതാണ് എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗോൾഡ് 75,000 ഇനി പോയി മേടിച്ചു, ഇത് മണ്ടത്തരമാണ്. അപ്പൊ എല്ലാം കൊണ്ട് ഓരോരുത്തരിടും. അല്ലെങ്കിൽ ആ സമയത്ത് ടാക്ടിക്കലായിട്ട് ആളുകൾ പറയുന്നതിനനുസരിച്ച് അന്നേരം കൊണ്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പലപ്പോഴും വാറൻ ബഫെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ബി ഫിയർഫുൾ വെൻ എവരിബഡി ഈസ് ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ എവരിബഡി ഈസ് ഫിയർഫുൾ. അപ്പൊ നമ്മൾ പൊതുജനം എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും പലപ്പോഴും ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ അസറ്റ് അലോക്കേഷൻ എന്താണെന്നുള്ളത് ഇതിപ്പോ നമ്മൾ ഓരോ പീരീഡ് അനുസരിച്ച് നമ്മൾ അപ്പം മാറ്റേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടൊരു വീട് നമുക്ക് ഒരു 10-50 വയസ്സ് വരെ വേണ്ടി വരും. അപ്പൊ ആ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഒരു 40-50% അതിനകത്ത് വേണ്ടി വരും. ഒരു 10-30% നമ്മൾ ഇക്വിറ്റിയിലേക്ക് വേണ്ടി വരും. കുറച്ച് നമുക്ക് ഫിക്സഡ് ഇൻകം വേണ്ടി വരും. കുറച്ച് നമുക്ക് ഗോൾഡ് വേണ്ടി വരും. കുറച്ച് നമുക്ക് ഒരു 6 മാസം നമ്മുടെ എക്സ്പെൻഡിച്ചർ ക്യാഷ് ആയിട്ട് വേണ്ടി വരും. അപ്പൊ ഇതാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് ഇത് വ്യത്യാസം വരുത്തണം, അല്ലെ? ഇപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി വേറൊരാൾക്ക് സൂട്ടബിൾ ആവണം എന്നില്ല, അല്ലെ? ഇല്ല, അല്ലെ? കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കണം. അതെ. നമ്മളതിൽ സാധാരണ ചെയ്തത് നമ്മുടെ ഒരു വിസ്ഡം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ററാക്ഷനിൽ ഇത് മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് കൊടുക്കും. ഈ ടെസ്റ്റിനകത്ത് ഇപ്പൊ ചില ആളുകൾക്ക് റിസ്ക് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ കപ്പാസിറ്റി ഉണ്ടാവില്ല. മനസ്സിലായി. ഇപ്പൊ ഇവർക്ക് മാർക്കറ്റ് കണ്ട് സിടിഞ്ഞു എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ ഇക്വിറ്റിയിലേക്ക് ഒരുപാട് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഗന്ധമില്ല, അവർ വൈപ്പറും വായിക്കില്ല, അവരെല്ലാം ഇതിനകത്ത് ഇട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നോക്കണം, അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് നോക്കണം, ഇൻകം നോക്കണം, ഡിപ്പെൻഡന്റ് എത്ര ആളുകളുണ്ട്, അവന്റെ കമ്മിറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് നോക്കണം. അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കണം. പക്ഷെ ഒരു പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ യങ്ങർ ആയിട്ടുള്ള ആളുകൾക്ക് കുറെ കൂടി റിസ്ക് എടുക്കാം. അതായത് അവർക്ക് ഏർണിംഗ് കപ്പാസിറ്റിയും ഇയേഴ്സും കുറെ മുന്നോട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഇക്വിറ്റിയിലേക്ക് എക്സ്പോഷർ കൂട്ടാം. പ്രായമായി വരും തോറും നമ്മൾ റിസ്കി അസറ്റ്സിലേക്ക് പിന്നാക്ക കുറച്ചുകൊണ്ട് കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഹെവൻസിലേക്ക് മാറണം. എന്നാൽ ഒരിക്കൽ പോലും കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്ക് 75 വയസ്സായ ആൾക്കും കുറച്ച് ഇക്വിറ്റി വേണമെന്നാണ് ഞങ്ങൾ പറയാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നമ്മളെ തിന്നുകളയും. ഇപ്പൊ നമുക്ക് 20 വർഷം മുമ്പ് ഒരാൾക്ക് 1 കോടി രൂപ ബാങ്കിലുണ്ടെന്ന് വിചാരിക്കുക. ആ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ഇയാൾ ജീവിക്കുക എന്ന് വിചാരിക്കുക. ഈ 20 കോടി ഇപ്പോഴും 20 കോടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എന്തായെന്ന് ആലോചിച്ച് നോക്കി. അല്ല, 1 കോടി എന്നുള്ളത് അതിന്റെ വാല്യൂ ഒന്നും അല്ല. ഇന്ന് 1 കോടിക്ക് നമുക്കൊരു അപ്പാർട്ട്മെന്റ് പോലും പലപ്പോഴും വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈ സാധനം ഇൻഫ്ലേഷൻ അനുസരിച്ച് ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇക്വിറ്റി, മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസറ്റുകളും അതിനകത്ത് വേണമെന്നുള്ളതാണ്. അപ്പൊ പലതരം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ. ഉദാഹരണം ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി, ഇങ്ങനെ പലതരം കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെ? അതെ, അങ്ങനെയല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണ് ഇതിന്റെ ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വെഹിക്കിളാണ്, ഒരു വഴിയാണ് ശരിക്കും. മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സഡ് ഇൻകം സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ഇപ്പൊ REITകൾ വഴിക്ക് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്തരം സാധനങ്ങളൊക്കെ ശരിക്കും അതൊരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ആണ് ശരിക്കും. അപ്പൊ അസറ്റ് അലോക്കേഷന്റെ പല കാര്യങ്ങളും, ഇപ്പൊ ഫിക്സഡ് ഇൻകം, ഇക്വിറ്റി, ഗോൾഡ്, ഈ 3 എണ്ണമെങ്കിലും നമുക്ക് ഈസിലി മ്യൂച്വൽ ഫണ്ടുകൾ വഴിക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം.
അപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് നമുക്ക് ഓരോ ക്ലാസ്സിലും നമുക്ക് വേണ്ടതിനനുസരിച്ച് ഇപ്പൊ ഒരാൾ ഇപ്പം ഒരു IT പ്രൊഫഷൻ എടുക്കുക, അയാൾ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാണ്, അയാൾക്ക് നാളെ ഇപ്പോൾ ഓഫീസർ വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. ഡോക്ടേഴ്സ് പലപ്പോഴും ഒരുപാട് മൂവ് ചെയ്യും. അപ്പൊ ഇവർക്കൊരു വീട് ആദ്യമേ ഇവർ മിക്കവരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 25 വയസ്സിൽ കല്യാണം, 28 വയസ്സിൽ കല്യാണം കഴിച്ചാൽ 35 ആകുമ്പോഴേക്കും ഒരു വീടങ്ങ് മേടിക്കും. ഈ വീടിന് ബേസിക്കലി ഒരു EMI ആയിട്ട് ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപ അടക്കേണ്ടി വരും. അതോടുകൂടി ഇവന്റെ ജീവിതം മുഴുവൻ ഈ വീടിനുള്ള EMI അടയ്ക്കുന്നതിലേക്ക് ഒതുങ്ങും. ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ അസറ്റ് അലോക്കേഷൻ ഒരു 35 വയസ്സായിട്ടുള്ള ആൾ 2 കോടിക്ക് ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ ഇവന് വേറെ അസറ്റ് ഒന്നും കാണില്ല. അപ്പൊ 90% ഒരു അപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റ് ചെയ്ത പോലെയാണ് ഇവന്റെ അസറ്റ് അലോക്കേഷൻ വരുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യം. അത് ആ ബാലൻസ് തെറ്റിക്കും. അത് ആ ബാലൻസിനെ തെറ്റിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന അലോക്കേഷൻ എങ്ങോട്ടാണ് പോകേണ്ടത്? 20 വർഷം കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് എന്റെ അലോക്കേഷൻ എന്തായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം ഇപ്പോഴേ ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ അയാളുടെ ഏർണിംഗ് കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്, അയാളുടെ റിസ്ക് ടേക്കിംഗ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, എത്ര പേര് ഏർണിംഗ് മെമ്പേഴ്സ് ഉണ്ട് ആ ഫാമിലി എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്, എത്ര പേര് നമ്മൾ ഡിപ്പെൻഡന്റ് ആണെന്നുള്ള ഇമ്പോർട്ടന്റ്, ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ അത്ര ഒരു തീരുമാനം എടുക്കാറ്. സാർ പറഞ്ഞപ്പോഴേ പറഞ്ഞേ, ഞാൻ വീട് പണിതത് എന്റെ 45-ാമത്തെ വയസ്സിലാണ് വീട് വാങ്ങിച്ചത്. അതെ, കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ളത് മുഴുവനും കൊണ്ടുപോയിട്ട് ആ ഒറ്റ സാധനത്തിൽ മുടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സ്വന്തമായിട്ട് 42-ാമത്തെ വയസ്സിലാണ് ശരിക്കും വീട് വെച്ചത്. ഞങ്ങൾക്ക് ഓരോന്നും പലപ്പോഴും ഇതിന്റെ ഡബിളിങ് കാണുന്ന സമയത്ത് പലപ്പോഴും സ്പെൻഡ് ചെയ്യാൻ തന്നെ മടി വരും. പലപ്പോഴും ഞങ്ങളൊരു പ്രാവശ്യം ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് നമുക്കത് 2 വർഷം ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു 6 ലക്ഷമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ഒരു എമൗണ്ട്. വിത്തിൻ 2 ഇയേഴ്സ് 12 ലക്ഷത്തിന്റെ കാറ് മേടിക്കാൻ നമുക്ക് പറ്റി. ആ എമൗണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പൊ നല്ല ഗ്രോത്ത് ഉള്ള കാര്യങ്ങളിൽ മുടക്കാതെ വേറെ കാര്യങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൈസ ഇട്ടിട്ട് വെറുതെ ഈ മലയാളിക്ക് ഒരു വലിയ വീക്ക്നെസ് ആണ് വീട് എന്ന് പറയുന്നത്. അല്ലേ? ഒരു ഞാൻ തമാശക്ക് പറയും, ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളുമുള്ള വീട്ടില് 5 or 6 ബെഡ്റൂമുള്ള വലിയ മാളിക പണിയുക, ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ആ വീട് നമ്മൾ പണിത് ആ വീട് ആസ്വദിക്കാനാണ്. അതിനു പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. വേറെ ഒരു അസറ്റും ഉണ്ടാവില്ല ഇയാൾക്ക്. ഇനി ഏറ്റവും രസം എന്ന് വെച്ചാൽ ഭയങ്കര ബാധ്യതയുണ്ടാകും ഈ ലോൺ. അതിനു വേണ്ടി ഒരു ഇൻഷുറൻസ് പോലും എടുത്തിട്ടുണ്ടാവില്ല, അല്ലെ? ഒരു ടേം ഇൻഷുറൻസ് പോലും എടുത്തിട്ടുണ്ടാവില്ല. അതൊരു ദുരന്തമാണ്. പക്ഷേ പകരം അങ്ങനെയല്ലാതെ വെൽത്ത് ക്രിയേറ്റ് അസറ്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ 2ാമത്തെ വീടും പണിയും, വാടക കിട്ടുമല്ലോ റിട്ടയർ ചെയ്യുമ്പോൾ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ ഇതിന്റെ റെന്റൽ ഈൽഡ് എന്ന് പറയുന്നത് 2 മുതൽ 3%. അതായത് 1.5 കോടിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഈ 1.5 കോടി വിലയുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ 25,000 രൂപയാണ് ഒരു മാസത്തെ വാടക. എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു വർഷത്തെ വാടക. ഇത് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കി. ഇറ്റ് ഈസ് ഓൺലി 2% ഓഫ് യുവർ ക്യാപിറ്റൽ. ഈ അസറ്റ് ഗ്രോ ചെയ്തില്ലെങ്കിൽ 5-6% അപ്രിസിയേഷൻ കിട്ടി നടക്കട്ടില്ല. അത് ഉണ്ടാകുന്നില്ല കേരളത്തിലൊന്നും. അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ ഈ 2-3% നമ്മുടെ ഈൽഡ് എന്ന് പറയുന്നത്. അതേസമയം ഈ പറയുന്ന 1.5 കോടി രൂപ ഒരു നല്ല പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ, റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും 8-10% ഈസിലി നമുക്ക് ടാക്സ് കഴിച്ചിട്ട് കിട്ടും. അപ്പൊ അതിന്റെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ക്ലാസിക്കൽ ഫിനാൻസിന്റെ രീതിയിൽ ഈ റിയൽ എസ്റ്റേറ്റ് മാത്രമായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജി ഉണ്ടായിരുന്ന അന്നൊക്കെ. അല്ലെങ്കിൽ FD എന്ന് പറയുന്നത് മാത്രമല്ല, ഗോൾഡ്, ഈ 3 സാധനമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പലപ്പോഴും പറഞ്ഞ സ്ഥലം ചതിക്കില്ല. ശരിയാണ്, സ്ഥലം ചതിക്കില്ല. പക്ഷെ പലപ്പോഴും ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ചതിയായിട്ട് ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ 2 കോടി ഇട്ടു. ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് എക്സ്പീരിയൻസിൽ നമ്മുടെ ഒരു ക്ലയന്റ് 1,25,00,000 രൂപയ്ക്ക് 2010 വാങ്ങിയ ഒരു വീട് 1,75,00,000 രൂപയ്ക്കാണ് 10 വർഷം കഴിഞ്ഞ് എറണാകുളത്ത് വിറ്റത്. 50 ലക്ഷം രൂപ ലാഭം. പക്ഷെ അത് ഗ്രോത്ത് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 5%. അതിന് ചെറിയൊരു വാടക വിളിച്ച് കിട്ടിയത് എല്ലാം കൂടി കണക്കൂട്ടിയാൽ പോലും FD-യേക്കാൾ 1% താഴെയായിരുന്നു. അതേസമയം പുള്ളി അന്ന് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിരുന്നെങ്കിൽ ഇത് മിനിമം ഒരു 4 കോടിക്ക് മുകളിൽ ഉണ്ടാകുമായിരുന്നു. ഈ മ്യൂച്വൽ ഫണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ നേരിട്ട് ഇക്വിറ്റിയിൽ പൈസ ഇടുന്ന ഒരാളാണ്. അപ്പോൾ നേരിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അല്ല, തെറ്റില്ല. പക്ഷെ 2 വിഷയങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു അസറ്റ് മാനേജർ എന്ന് പറയുന്നത് ഒരു വർഷം ചിലപ്പോൾ 25-30 കോടി ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. അയാളുടെ കീഴിൽ അയാൾ 20 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അയാളുടെ കീഴിൽ 10-50 പേര് ടീം ഉണ്ടാവും. ശരി. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടിയായിട്ട് ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കാന്നിരിക്കുക, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ടെറൈനിലൂടെ പോകാൻ തീരുമാനിക്കാന്നിരിക്കുക. നമുക്ക് കുറെ കാര്യങ്ങളും ചെയ്യാണ്ട് അതിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രൈവർ എടുക്കുന്നതല്ലേ ബുദ്ധി.
നേരെ മറിച്ച് നമ്മൾ കുത്തിയിരുന്നിട്ട് ഈ വണ്ടി ഓടിക്കലും ഈ പണിയും കൂടെ ചിലപ്പോൾ വണ്ടി ഇടിക്കാൻ നമ്മൾ ജാമാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ സാധാരണ പറയാൻ എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുക്കം, ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു 1000 പോർട്ട്ഫോളിയോയില് 1 or 2 എണ്ണം ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് അടുത്ത് വന്ന് കാണും ഒരു ലോങ് ടേം പീരീഡ് എടുത്തു പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പലപ്പോഴും സക്സസ് മാത്രമേ പറയുള്ളൂ. ഞാൻ Nvidia മേടിച്ചു ഇത്രയായി, ഞാൻ റിലയൻസ് മേടിച്ചു ഇത്രയായി, അതിന്റെ അപ്പുറത്ത് വേറൊരു സിമെന്റ് കമ്പനി മേടിച്ച് പൂജയായി കാണുന്നത് മിണ്ടില്ല. അപ്പൊ ഒരു ആവറേജ് പീരീഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 10 വർഷത്തെ പീരീഡിൽ ഒരു വലിയ തുക എടുത്തു കഴിഞ്ഞാൽ നോർമൽ കോഴ്സിൽ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓവർടേക്ക് ചെയ്യാൻ എളുപ്പമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പോലും പലപ്പോഴും പറയാറുള്ള കാര്യം, ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അവനവന്റെ ഇമോഷനാണ്. നമ്മൾ ഇന്ന് കേൾക്കുകയാണത് പെഹൽഗാമിൽ ഇങ്ങനെ സംഭവിച്ചു, 26 പേരെ കൊല്ലു, അവിടേക്കുള്ള വെള്ളം കട്ട് ചെയ്തിട്ടുണ്ട്, ഏത് നിമിഷം യുദ്ധം ഉണ്ടാവാം. പാകിസ്ഥാൻ അവിടുത്തെ മിനിസ്റ്റർ പറയാണ് വി ആർ എക്സ്പെക്ടിങ് ആൻ അറ്റാക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അഡ്വൈസർ ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും? ദൈവമേ റിസ്ക് ആണ് കേട്ടോ, ഇത് എടുക്കാം. അടുത്ത ദിവസം പറയും ഞങ്ങളത് വേണ്ടാന്ന് തീരുമാനിച്ചു, ഞങ്ങളെല്ലാം ഓക്കെ ആയി. മാർക്കറ്റ് 1000-2000 പോയിന്റ് കയറുമ്പോഴാണ് മനസ്സിലാവും ഇത് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇമോഷൻസിന് അഗെയിൻസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യണം, ഓരോ കാര്യത്തിലും എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു അഡ്വൈസറി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഷെയറുകളുടെ കാര്യത്തിൽ മിക്കവാറും ഈ കാര്യങ്ങൾ ഉണ്ടാവുക 15-20% കഴിഞ്ഞാൽ വിൽക്കും. പിന്നെ ഫണ്ടമെന്റലായിട്ട് പഠിച്ചുകൊണ്ടല്ല ചെയ്യുക. അതിനൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം കമ്പ്യൂട്ടേഴ്സ് സാറിന് ഓർമ്മയുണ്ടാവും. സത്യം കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഷെയർ 200 രൂപയിൽ നിന്ന് ഏകദേശം 4-50 വരെ ഞാൻ ട്രേഡ് ചെയ്യുന്നത് കണ്ടു. ഈ 200 രൂപ എന്ന ഈ യാത്രയിൽ ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടത് ശരിക്കും റീറ്റെയിൽ മണിയാണ്, സാധാരണക്കാരന്റെ പൈസയാണ് പോയത്. അന്ന് മ്യൂച്വൽ ഫണ്ടുകൾക്ക് വളരെ വളരെ മിനിസ്ക്യൂൾ പെർസെന്റേജ് ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകൾ 100% സെല്ല് ചെയ്തിരുന്ന സാധനം. കാരണം അവർക്ക് ഈ സംഭവം നേരത്തെ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. അവർക്ക് അതാണ് തൊഴിൽ, ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ഈ സംഗതി ഉണ്ടാവുമ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെടും. നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? ഇത് ഒരു ആൾക്ക് ചെയ്യാൻ എളുപ്പമല്ല. രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി ഒരുപാട് സമയം വേണ്ടി വരും. ഈ ഇമോഷണൽ ആയിട്ട് പഠിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതൊക്കെ കണ്ടേക്കാണ് കാരണം. പലർക്കും ഇത് അഡ്രിനാലിൻ കൂടിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ഞാൻ തിരിച്ചു വരും, മ്യൂച്വൽ ഫണ്ടിലും ഇതുപോലെ തന്നെ വളരെ താഴോട്ട് പോയ ഫണ്ടുകൾ ഉണ്ടാവില്ലേ? ഉണ്ട്. അതായത് ജനറലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി റിസ്കുകൾ കുറവായിരിക്കും. ഇപ്പൊ പല കമ്പനികൾ, ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കമ്പനി പൊളിഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടില്ലേ? മ്യൂച്വൽ ഫണ്ട് കമ്പനി 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് സഹാറ മ്യൂച്വൽ ഫണ്ട്. സുബ്രത റോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജയിലിൽ കിടന്നു, അവസാനം മരിച്ചു. അവിടെ സഹാറ കമ്പനി മുഴുവൻ പൊളിഞ്ഞു പോയി. അതിനകത്തുള്ള ആളുകളുടെ പൈസ മിക്കവാറും 75% നഷ്ടപ്പെട്ടു. സഹാറ മ്യൂച്വൽ ഫണ്ടിൽ ഒരാൾക്കും പൈസ നഷ്ടപ്പെട്ടില്ല. ഇന്നും നിങ്ങൾക്ക് സഹാറ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് റെഡീം ചെയ്ത പൈസ കിട്ടും. കാരണം അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. മറ്റൊരു ഉദാഹരണം അനിൽ അംബാനി ഗ്രൂപ്പ്. റിലയൻസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെ മോശമായി. 2010, 12, 15 പീരീഡിലാണ് അത് ഏകദേശം സംഭവിച്ചത്. ഈ പീരീഡിലൊക്കെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫണ്ടുകളിൽ ഒന്നാണ് റിലയൻസ് ഫണ്ട് എന്ന് പറയുന്നത്. അതിനെ ഡിപ്പോൺ വന്ന് ഏറ്റെടുത്തു. അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കും ഇന്നും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു കമ്പനി പൊളിഞ്ഞു പോകുന്നതുകൊണ്ട്, ഈ നടത്തുന്ന കമ്പനി AMC എന്ന് പറഞ്ഞ കമ്പനി തകർന്നു പോകുന്നതുകൊണ്ട് ഒരാളുടെയും പൈസ നഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ റിലയൻസിന്റെ ഉദാഹരണം പറയുമ്പോൾ, റിലയൻസ് ഗ്രോത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. 1995 അത് തുടങ്ങിയേക്കുന്നത്. 1 ലക്ഷം രൂപ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഏകദേശം 3.5 കോടി രൂപ ഉണ്ടാവും. ഇപ്പൊ 1 ലക്ഷം രൂപ അന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 3.5 കോടി രൂപ ഉണ്ടാവും. അത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള അധികം മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിലില്ല. അത് ഒരു രസകരമായ കാര്യമുണ്ട്. അതായത് ഈ 20ാമത്തെ അവരുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട് അമിതാഭ് ബച്ചനാണ് ചെയ്തത്. ഞാനൊരു സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഞാൻ ബോംബെയിൽ പോയിട്ടുണ്ട്. അന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട്, വെറും 8 പേരാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ആ സമയത്ത് ആ ഫണ്ട് ഇൻവെസ്റ്റ് ആയിട്ട് നിന്നിരുന്നു. ബാക്കിയൊക്കെ പിൻവലിച്ചു. അല്ല, കേരളത്തിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഇതിനകത്ത് പല സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ശരിക്കും 1 ലക്ഷമൊക്കെ ഇട്ട ആളുകളുടെ അടുത്ത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് 2.25 crores. ഇപ്പൊ അത് 3.5 കോടിയായി. അത് ആ ജേർണിയിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, ഈ കമ്പനിക്ക് വരുന്ന നഷ്ടം പലപ്പോഴും ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. മാർക്കറ്റ് ഇറക്കുന്ന സമയം കയറുന്നതനുസരിച്ച് ഇതിന്റെ വാല്യുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ഒരു SIP ആയതുകൊണ്ട് അതും ബാധിക്കില്ലായിരിക്കും അല്ലേ? SIP ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാര്യമായിട്ട് ബാധിക്കില്ല. വളരെ നല്ലതാണ്. കാരണം കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്തും അതിനെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. അത് ഞങ്ങളൊരു ഉദാഹരണം പറയാറ് എന്താണെന്ന് വെച്ചാല്, ഒരാൾ ഒരു പിങ് പോങ് ബോളുമായിട്ട് ഒരു എസ്കലേറ്ററിൽ സഞ്ചരിക്കുക. അയാൾ ഒരു എസ്കലേറ്ററിൽ പോവാണ്. അപ്പൊ ഈ പിങ് പോങ് ബോൾ അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിങ് പോങ് ബോൾ എന്ന് പറഞ്ഞാൽ നമ്മള് ബൗൺസ് ചെയ്യുന്ന ബോൾ. അപ്പൊ നമ്മൾ പുറത്ത് നോക്കുന്ന ഈ ആൾ ബോളാണ് നോക്കുന്നതെങ്കിൽ ഈ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. താഴേക്ക് പോകുന്നു, ഓടിക്കും, താഴത്തേക്ക് പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിണ്ടാവും. മനസ്സിലായി. ഇതാണ് ഈ ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ഈ ഷോർട്ട് ടേം ചിന്തിക്കും. ഇന്നലെ 1% കൂടി, കഴിഞ്ഞ മാസം 1% പോയി,
ഇത് പക്ഷേ നമ്മളൊരു പീരീഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇത് മുകളിലേക്കാണ് പോകുന്നത്. ഇക്കണോമി ഗ്രോ ചെയ്യോ, ഇത് ഗ്രോ ചെയ്തിരിക്കും, എന്റെ സംശയം. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമി ഭയങ്കര ഗ്രോത്ത് കാണിക്കുന്ന ഒരു എക്കണോമിയാണ് എൻ്റെ ഒരു മനസ്സിലാക്കുക. ഞാൻ ഈ ഇക്വിറ്റിയിൽ US-ലും കുറച്ച് ഇന്ത്യയിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നുണ്ട്. US നന്നായിട്ട് ഗ്രോ ചെയ്തിരുന്നു. 2009 ശേഷം കാര്യമായിട്ടൊരു കറക്ഷൻ ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് പോകുന്ന, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് US മാർക്കറ്റ്. ഇപ്പൊ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകൾ വഴിക്കും നമുക്ക് US ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, S&P 500 ഇൻവെസ്റ്റ് ചെയ്യാം, നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബെസ്റ്റ് സ്റ്റോക്സിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. മനസ്സിലായി. അപ്പൊ നമ്മളെല്ലാം ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാർക്ക് അത്ര മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ ചെയ്ത് നമ്മുടെ ക്ലയൻസിന് കൊടുക്കാറുണ്ട്. പല ഇൻവെസ്റ്റ്മെന്റ്സിലും നമ്മൾ 10% ഫോറിൻ ഇക്വിറ്റി പറയും. അപ്പൊ അത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അസറ്റ് ആയിട്ട്. ഫോറിൻ ഇക്വിറ്റി വേറെ അസറ്റ് ആയിട്ട് നമ്മൾ പറയാറ്. മനസ്സിലായി. ഇന്ത്യയുടെ ഗ്രോത്ത് എന്തുകൊണ്ടും നന്നായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന്റെ പുറമെ നമുക്ക് ആ രീതിയിലും ചെയ്യാം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഇപ്പൊ എത്ര കോടി രൂപയുടെ അസറ്റ് ആയിരിക്കും? അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതായത് നമ്മളിപ്പോ സത്യത്തില് 275 കോടിയോളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രം ചെയ്യുന്നുണ്ട്. ഇൻഡയറക്ട്ലി നമ്മൾ മാനേജ് ചെയ്യുന്ന എല്ലാ അസറ്റും PMS എല്ലാം കൂടി 300 കോടിക്ക് മുകളിലുണ്ടാവും. അത് 200 ഫാമിലീസിന്റെ അസറ്റാണ്, പിന്നെ ഒരു 10-15 കമ്പനീസും നമുക്കുണ്ട്. അപ്പോൾ വലിയ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആളുകളുടെ വെൽത്ത് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്? നമ്മള് ബേസിക്കലി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറെ കൂടി എല്ലാവരുടെയും എടുത്തിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു മിനിമം സൈസ് ഇല്ലെങ്കിൽ ഇതിനകത്ത് റവന്യൂ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അഡ്വൈസ് കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വെൽത്ത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, അതിനൊരു സ്ട്രാറ്റജിയും അതിന് ചില പ്രത്യേക ശീലങ്ങളും ഉണ്ടായാൽ മതി, അങ്ങനെയാണോ? അതെ, അതിന് സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് കുറേശ്ശെ ഇത് എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. ഇപ്പൊ സത്യത്തിൽ അത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ബിസിനസ് തുടങ്ങുന്ന 20 വർഷം മുമ്പ് 2005-ലാണ്. അന്ന് ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷന്റെ 1.5%, അതായത് സേവിങ്സിന്റെ 1.5% ഇവിടെ ഇക്വിറ്റിയിൽ ഉണ്ടായിരുന്നു. ശരി. ഇന്ന് അത് 4.5%, 5% എത്തിയപ്പോൾ തന്നെ ഈ മാർക്കറ്റിന് ഉണ്ടാകുന്ന വളർച്ച ഒന്ന് ആലോചിച്ചു. ഇപ്പത്തെ 4% ആയിട്ടുള്ളൂ, അത്ര ആയിട്ടുള്ളൂ. ഇതൊരു 10% ആയാൽ ഈ മാർക്കറ്റ് എന്തായിരിക്കും അല്ലേ? മിക്കവാറും ഡെവലപ്ഡ് ഇക്കണോമീസിൽ 75-80% ആളുകൾ അതിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് നമുക്ക് മുന്നിലുള്ള വളർച്ചയുടെ ഒരു കാര്യം പറഞ്ഞതാണ്. ജനറലി ഈ ഒരു കൾച്ചർ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷനിലെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ 90% ഓഫ് ദ യങ്സ്റ്റേഴ്സ് ആർ ഡൂയിങ് SIPs. ഒരു മാസം 25,000 കോടിയൊക്കെയാണല്ലോ ഇവിടെ SIP ആയിട്ട് മാത്രം വരും. ആ കൾച്ചറിലേക്ക് വരുന്നുണ്ടെങ്കിൽ പതുക്കെ അതിൽ ബിൽഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ജനകീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത് അതാണ്. ശരി, എത്രയും ചെറിയ ഈസിയാണ് പ്രോസസ്. അതെ, കാര്യം ചെയ്യാൻ എളുപ്പമാണല്ലേ? അതെ. പിന്നെ അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ എടുക്കാനും വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്കൊരു സ്ഥലം വെക്കണമെങ്കിൽ 6 മാസം സമയം എടുക്കും. നമുക്കൊരു ഗോൾഡ് പിൻവലിക്കാം. ഇത് നമ്മുടെ ഒരു മൊബൈൽ എടുത്തൊരു ചെക്കിയാൽ നെക്സ്റ്റ് ഡേ പൈസ വരും. അപ്പൊ അതൊരു പലപ്പോഴും പ്രശ്നമാണ്. അപ്പൊ ഞങ്ങളുടെ അഡ്വൈസർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് ഞങ്ങൾ പലപ്പോഴും ആളുകൾക്ക് പറയുന്ന ഒരു കാര്യം, നമ്മൾ വഴിക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങളൊന്ന് പിടിച്ചു നിർത്തും. ചിലർ പറയും ഇപ്പൊ ഒരു അപകടം ഇപ്പൊ തന്നെ എടുക്കണം, വെയിറ്റ് ചെയ്യൂ സാറേ, ഒരു 3 മാസം നോക്കൂ, എന്താണ് അവിടെ നോക്കാം, 6 മാസം നോക്കൂ, ഞങ്ങളത് കുറെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരൊന്ന് ശാന്താവും. മനസ്സിലായി. അപ്പൊ അങ്ങനെ അത് നിർത്തുന്ന സമയത്ത് അവർക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാവാറുണ്ട്. സാറിന്റെ ഒരു എന്താണ് വെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ആപ്തവാക്യം എന്ന് പറയില്ലേ, ഈ കാര്യം ശ്രദ്ധിക്കണം, ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ കോൺവെർസേഷൻ വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് പറയാം. നാവിയോൺ വെൽത്ത് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഞാനും ബ്രദറും കൂടിയാണ് ഇത് ഫോം ചെയ്തത്. 2005-ലാണ് ഇത് ചെയ്തത്. പുള്ളി എൻ്റെ റിസർച്ച് സൈഡും മാർക്കറ്റിംഗ് സൈഡും ഒക്കെ തൃശ്ശൂർ ഇരുന്നുകൊണ്ട് നോക്കുന്നു. ഞാനിപ്പോൾ എറണാകുളത്താണ് ചെയ്യുന്നത്. നമ്മൾ ആളുകളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് റിട്ടയർമെന്റിന് വേണ്ടിയാണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ജോലിയിൽ നിന്നുള്ള റിട്ടയർമെന്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെന്റ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരിക്കും റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കാം. ഒരു സ്ലോ മോർണിംഗ് വേണം. എനിക്ക് കാലത്ത് ഒരു 10:30 മണി വരെ കാപ്പി കുടിച്ചവിടെ ഇരിക്കണം, അല്ലെങ്കിൽ വായിക്കണം എന്ന് പറയുന്നതാണ് റിട്ടയർമെന്റ്. അപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞ നമുക്ക് ജോലി അതിനൊക്കെ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്ന. അപ്പൊ ഇതിനു വേണ്ടിയാണ് മിക്കവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഒരു കാര്യത്തിന്റെ വിഷൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനു വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് അഡ്വൈസറുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് ഈ പറയുന്ന
യാത്രയിൽ നിങ്ങളുടെ കൂടെ നിൽക്കാവുന്ന ഒരാളുമായിട്ട് ഈ കാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ആ വിഷയിൽ നമ്മൾ മാറാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ക്ലയൻസിനകത്ത് ഓൾമോസ്റ്റ് ഒരു 60% വേണമെങ്കിൽ നാളെ റിട്ടയർ ചെയ്യാവുന്ന ആളുകളാണ്. ആ ലെവലിലേക്ക് എത്തിക്കാവുന്ന ആൾക്കാരാണ്. അത് അവിടേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വെൽത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഗൈഡൻസ് ഇനിയും തുടരട്ടെ. ഒരുപാട് പേർക്ക് ഗുണകരമാകട്ടെ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.